എടവനക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ പുരസ്കാര ആദരവ് 2026 ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. എടവനക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ പുരസ്കാരം ആദരവ് 2026 ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1 എല്ലാ വർഷവും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് നൽകി വരുന്ന ആദരവ് ഈ വർഷവും സമ്മാനിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ടി.എ. ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ഒരു പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്നത് പരസ്പരം ഒരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു അവരുടേതായ ലോകത്തിൽ ഒരു വിർച്വൽ വേൾഡിൽ എപ്പോഴും മൊബൈലിലും മറ്റ് ഓൺലൈനിലും വിഹരിക്കുന്ന കുട്ടികൾ ആളുകളാണ് പുതിയ യുവജനത എന്നുള്ളത്. പക്ഷേ എനിക്ക് അഭിപ്രായമില്ല. ഓരോ കാലഘട്ടത്തിലും അതാത് സമയത്ത് ലഭ്യമായ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഫലങ്ങൾ എപ്പോഴും അതാത് കാലത്തെ യുവതലമുറകളിൽ ഉണ്ടാവും. അത്ര മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ ഇവർക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. അത് നമ്മുടെ തലമുറക്ക് ഇല്ലാത്ത ഒരു ഫെസിലിറ്റി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ മേഖലകൾ വ്യത്യസ്തമാണ്. ആ ഒരു വ്യത്യാസമല്ലാതെ അവരുടെ ഒരു കപ്പാസിറ്റിയിൽ ഒരു കുറവും ഞാൻ കണ്ടിട്ടില്ല. യോഗത്തിൽ മുഖ്യാതിഥിയായി വൈപ്പിൻ MLA ടോണി ചമ്മണി ബാങ്കിന്റെ ഡിജിറ്റൽ ഇടപാടുകളുടെ സംവിധാനമായ H2H ഉദ്ഘാടനം നിർവഹിച്ചു. പഠിക്കാൻ ഒരു വിദ്യാർത്ഥി മിടുക്ക് കാണിച്ചാൽ ആ വിദ്യാർത്ഥിക്ക് ശോഭനമായ ഭാവി അഷ്വർഡാണ്, സുനിശ്ചിതമാണ്. മാത്രമല്ല തൊഴിലും ഇന്ന് ലോകത്തെ വിവിധ കോണുകളിൽ ലോകത്തിന്റെ വാതായനങ്ങൾ പോലും തുറന്നിരിക്കുകയാണ്. ലോകത്തെ ഏത് മുക്കിലും മൂലയിലും പോയി ജോലി ചെയ്യാനുള്ള സന്നദ്ധ മലയാളിക്കുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിൽ വിദ്യാർത്ഥികളെ അതിനൊരുക്കുക എന്നത് ആ കുടുംബത്തിന്റെ മാത്രമല്ല സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും കൂടി കടമയാണെന്നതിന് തെളിവാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ. ബാങ്കും ഭൂമി ചിത്രകലാ പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിയ പൂക്കള കളറിംഗ് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. അഡ്വക്കേറ്റ് റഷീദ് KA പ്രത്യേക ക്ഷണിതാവായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് TP സജീവൻ, ഭരണസമിതി അംഗങ്ങളായ ദാസ് കോമത്ത്, MA കലേശൻ, ഉണ്ണികൃഷ്ണൻ മരക്കാപ്പറമ്പിൽ, KJ ആൽബി, ഭൂമി ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി ബിനു കാവുങ്കൽ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്.